നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപ് ഒരു യുദ്ധക്കൊതിയനൊന്നുമല്ല എന്നും അദ്ദേഹം യഥാർത്ഥത്തിൽ ഇറാനെ ആക്രമിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നും അദ്ദേഹം യുദ്ധത്തിൽ ഇറാനെ തകർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനിത് പറയുമ്പോൾ പല ആൾക്കാർക്കും സംശയമാണ്, അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ ശത്രുവല്ല എന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നമ്മൾ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ മാത്രം വായിച്ചാണ് പലപ്പോഴും വിലയിരുത്തൽ നടത്തുന്നത്. പക്ഷേ നമ്മളൊരു സംഭവത്തെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കിയാൽ നമുക്കതിൻ്റെ പോക്കും അവിടെ നടക്കുന്ന കാര്യങ്ങളുമൊക്കെ വളരെ വലിയൊരു പരിധി വരെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം, ശ്രീ ഡൊണാൾഡ് ട്രംപ് ഇത്തവണ പ്രസിഡൻ്റായിട്ട് വരുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഞാൻ പ്രസിഡൻ്റായി കഴിഞ്ഞാൽ ഇറാൻ്റെ മേലുള്ള ഉപരോധം നീക്കും, റഷ്യയുടെ മേലുള്ള ഉപരോധം നീക്കും. ഒന്നാമത്തെ തവണ പ്രസിഡൻ്റായിട്ട് വന്നിരുന്ന ഡൊണാൾഡ് ട്രംപിന് ആ സമയത്തുണ്ടായിരുന്ന ധാരണകളിൽ നിന്നും വളരെ വലിയൊരു മാറ്റം അദ്ദേഹത്തിൻ്റെ ആ 4 കൊല്ലത്തെ ഇടവേളയിൽ കിട്ടി. ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്നും മാറിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തെ അമേരിക്കയിലെ ഭരണകൂടം നല്ലപോലെ വേട്ടയാടി. ഡൊണാൾഡ് ട്രംപും അമേരിക്കയിലിരുന്നുകൊണ്ട് ലോകം നിയന്ത്രിക്കുന്ന അവിടുത്തെ ഡീപ്പ് സ്റ്റേറ്റും തമ്മിൽ ശത്രുതയിലാണ് എന്നുള്ളതും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രംപ് അവർക്കെതിരെ നിൽക്കുന്നത് കൊണ്ട് ട്രംപിനെ അവർ നല്ലപോലെ വേട്ടയാടി. അദ്ദേഹത്തെ വീണ്ടും പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം അതെല്ലാം തരണം ചെയ്ത് വീണ്ടും അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് മാറിയപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്, ഞാൻ ഒരു രാജ്യവുമായിട്ടും യുദ്ധത്തിനില്ല, ഞാൻ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യാനാണ് പോകുന്നത്. ട്രംപ് അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞതാണ്. പക്ഷേ ഈ ട്രംപിനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുമെന്ന് അപ്പോൾ തന്നെ ഡീപ്പ് സ്റ്റേറ്റ് തീരുമാനമെടുത്തതാണ്. ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഉള്ളിൽ അമേരിക്കൻ ഭരണസിരാ കേന്ദ്രങ്ങളിലൊക്കെ തങ്ങളുടെ ആൾക്കാരെ കുത്തിത്തിരുകി അവരിലൂടെയും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡൻറ്റുമാരെ പലതരത്തിൽ സ്വാധീനിച്ച് തങ്ങളുടെ താല്പര്യങ്ങൾ ദശകങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗൂഢസംഘമാണ്. അവർ ഗൂഢസംഘമൊന്നുമല്ല, പരസ്യമായിട്ട് തന്നെയുള്ള സംഘമാണ്. പക്ഷേ അവർക്ക് അത്രമേൽ സ്വാധീനം അവിടെയുണ്ട്. അവിടെ മാത്രമല്ല, ലോകത്തെമ്പാടും അവർക്ക് സ്വാധീനമുണ്ട്. നമ്മുടെ രാജ്യത്ത് വരെ അവരുടെ കൈകൾ നീണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഡീപ്പ് സ്റ്റേറ്റിനോട് പരസ്യമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ച ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ നിലപാട്, ഞാൻ യുദ്ധത്തിനില്ല എന്നത് ഇല്ലാതാക്കും, ആ നിലപാടിൽ നിന്ന് ട്രംപിനെ മാറ്റും എന്നത് ഡീപ്പ് സ്റ്റേറ്റ് എടുത്ത തീരുമാനമാണ്. കാരണം അവർ അവരുടെ ലോക നിയന്ത്രണം നടത്തുന്നത് ഭയത്തിലൂടെയും യുദ്ധത്തിലൂടെയും അടിച്ചമർത്തലിലൂടെയും ഒക്കെയാണ്. അപ്പോൾ അത് അമേരിക്കൻ പ്രസിഡന്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് വളരെ വലിയ ക്ഷീണമാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് ഡീപ്പ് സ്റ്റേറ്റിൻ്റെ മിഡിൽ ഈസ്റ്റിലെ തലസ്ഥാനമാണ്. അവിടെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഇസ്രായേൽ ആയിരിക്കണം. ഇസ്രായേലിലൂടെ മിഡിൽ ഈസ്റ്റ് മുഴുവൻ തങ്ങളുടെ പരിധിയിൽ വരണം എന്നുള്ള ചിന്തയിൽ അവർ അവിടെയുള്ള രാജ്യങ്ങളെല്ലാം സ്വാധീനിച്ച് ഇസ്രായേലിനെ വളരെ വലിയൊരു സൈനിക ശക്തിയൊക്കെ ആക്കി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇറാനെ കൂടെ തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരണം എന്ന ആഗ്രഹം അവർക്കുണ്ട്. പക്ഷേ ഇറാൻ ഒരിക്കലും അവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കുന്ന രാജ്യമല്ലാത്തതുകൊണ്ട് അവരെ സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും തകർക്കണം എന്ന തീരുമാനം അവരെടുത്തു. എന്നാൽ ഇസ്രായേലിന് ഇറാനെ തകർക്കാനുള്ള ശേഷിയില്ല. പകരം അമേരിക്കയെ തന്നെ അതിനുവേണ്ടി ഉപയോഗിച്ച് അമേരിക്ക ഇറാനെ തകർക്കണം എന്ന ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് താൻ യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ട്രംപിനെ കൊണ്ട് തന്നെ യുദ്ധം ചെയ്യിപ്പിക്കണം എന്ന് അവർ തീരുമാനിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ന്യായമായിട്ടും അനുമാനിക്കാം. ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം നിങ്ങൾക്കറിയാം, അദ്ദേഹം ഇറാനുമായിട്ട് ചർച്ചകൾ ആരംഭിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കണം എന്ന് അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അതനുസരിച്ച് ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ ആരംഭിച്ചു. ഏതാണ്ട് 4 or 5 റൗണ്ട് ചർച്ചകൾ കഴിഞ്ഞപ്പോഴാണ് 2025 ജൂണിൽ നിങ്ങൾക്കറിയാം, ആ ചർച്ചകൾ വിജയകരമായിട്ട് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു എന്ന് കണ്ടപ്പോൾ ഡീപ്പ് സ്റ്റേറ്റ് നെതന്യാഹുവിന് നിർദ്ദേശം നൽകി കയറി അടിച്ചോളാൻ. അപ്പോൾ തന്നെ നെതന്യാഹു ഇറാനെ ആക്രമിച്ചു. അതൊരു ആത്മഹത്യാപരമായ നീക്കമാണെന്ന് നെതന്യാഹുവിനറിയാം. കാരണം ഇറാൻ തിരിച്ചടിച്ചാൽ അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇസ്രായേലിന് പറ്റില്ല. പക്ഷേ യജമാനന്മാർ പറഞ്ഞാൽ അയാൾക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ നെതന്യാഹു ഇറാനെ ആക്രമിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തി വന്നിരുന്ന ചർച്ചകൾ അതുമൂലം നിന്നു. ഇറാൻ ധരിച്ചത്
അമേരിക്കയുടെ അറിവോടെയാണ് ഇസ്രായേൽ ഇത് ചെയ്തതെന്നാണ്. കാരണം അമേരിക്കയുടെ വളരെ അടുത്ത സഖ്യകക്ഷിയാണ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേൽ അങ്ങനെയൊന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അമേരിക്കയുടെ സപ്പോർട്ടും അവരുടെ അനുവാദവും ഉണ്ടായിരിക്കും എന്ന് കരുതി ഇറാൻ ട്രംപുമായിട്ടുള്ള ചർച്ചകളിൽ നിന്നും പിന്മാറി. യുദ്ധം അവസാനിച്ചു. പക്ഷേ ട്രംപ് വീണ്ടും തൻ്റെ പ്രതിനിധികളെ അയച്ച് ഇറാനുമായിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിച്ചു. അങ്ങനെ രണ്ടാമതും അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കവേ നിങ്ങൾക്ക് ഓർമ്മ കാണും, ട്രംപ് അവിടെ നിന്നും അവരുടെ ചില നേവി ഷിപ്പുകളൊക്കെ മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിട്ട് ഇറാനെ ഭീഷണിപ്പെടുത്തുന്ന ഭാഷയിലൊക്കെ സംസാരിച്ചു. അതായത് നിങ്ങൾ മര്യാദയ്ക്ക് അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തകർത്തുകളയും, ഇടിക്കും, തൊഴിക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഭീഷണിയൊക്കെ മുഴക്കി. പക്ഷേ ട്രംപിന് ഇറാനെ ആക്രമിക്കാൻ യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അമേരിക്കയും ഇറാനും തമ്മിൽ വീണ്ടും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ ആ ചർച്ചകൾ പരിസമാപ്തിയിലേക്ക് എത്തുന്നതിന് മുമ്പ് പെട്ടെന്ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചു. അപ്പോഴാണ് ആയത്തുള്ള അലി ഖമനയി കൊല്ലപ്പെട്ടത്. ഈ ഒരു ആക്രമണം യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ അനുമതിയില്ലാതെ നടന്ന ഒരു ആക്രമണമായിരുന്നു. അതിനെന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ, ട്രംപ് തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഞാൻ യുദ്ധത്തിനില്ല. ട്രംപ് ഇറാനുമായിട്ട് ചർച്ചകൾ സ്വന്തം താല്പര്യപ്രകാരമാണ് ഒന്നാമത് നടത്തിയതും രണ്ടാമത് നടത്തിയതും. ഇറാൻ അങ്ങോട്ട് ചെന്ന് യാചിച്ചതല്ല, നമുക്കൊരു എഗ്രിമെൻ്റ് വേണം. ട്രംപ് ഇറാനോട് അങ്ങോട്ടാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ ഒരിക്കലും ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കില്ല എന്നുള്ളത് ന്യായമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ആദ്യത്തെ ചർച്ചയുടെ സമയത്ത് ഇസ്രായേലാണ് ആക്രമിച്ചത്. രണ്ടാമത്തെ ചർച്ചയുടെ സമയത്തും ഇസ്രായേൽ തന്നെയാണ് ആക്രമിച്ചത്. പക്ഷേ അതിൽ അമേരിക്കയും പങ്കാളികളായി എന്ന് നമ്മൾ സംശയിക്കുന്ന കാരണം അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. അത് ശരിയുമായിരിക്കണം, പക്ഷേ ആക്രമണം നടത്തിയത് ട്രംപിൻ്റെ അനുമതിയോടെ ആയിരുന്നില്ല. അതിൻ്റെ തെളിവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ യുദ്ധത്തിനിടെയാണ് ട്രംപ് അമേരിക്കയുടെ ആർമി ചീഫ് ആയിരുന്ന ജനറൽ റാൻഡി ജോർജിനെ പിരിച്ചുവിട്ടത്. അദ്ദേഹമായിരുന്നു ആ സമയത്ത് ആർമി ചീഫ്. യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ട്രംപ് എടുത്ത ഒരു തീരുമാനമാണ് അദ്ദേഹത്തെയും മറ്റ് ജനറൽമാരെയും സർവീസിൽ നിന്നും നീക്കം ചെയ്തു. അതുകൂടാതെ അതേ തുടർന്ന് 2-3 ആഴ്ച കഴിഞ്ഞ് അദ്ദേഹം നേവിയുടെ സെക്രട്ടറി ആയിരുന്ന ജോൺ ഫെലാനെയും നീക്കം ചെയ്തു. അപ്പോൾ ഈ നീക്കം ചെയ്ത വ്യക്തികൾക്ക് ഇറാനുമായിട്ടുണ്ടായ യുദ്ധത്തിൽ പങ്കുണ്ടായിരുന്നു എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് അനുമാനിക്കാം. ട്രംപിൻ്റെ ഉത്തരവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരായിരിക്കണം സേനയ്ക്ക് മെസ്സേജ് അയച്ചത്. സേന വേണ്ടപ്പെട്ട ആൾക്കാരിൽ നിന്ന് മെസ്സേജ് കിട്ടിയപ്പോൾ പ്രവർത്തിച്ചു. എന്നാൽ ട്രംപ് അത് അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ട്രംപിനെ വളരെ വിദഗ്ധമായിട്ട് യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയായിരുന്നു. ഈ യുദ്ധം നീതികെട്ട യുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിലെ നാഷണൽ കൗണ്ടർ ടെററിസം സെൻറ്ററിൻ്റെ ഡയറക്ടറായിരുന്ന ജോ കെൻറ്റ് ജോലി രാജിവെച്ച വാർത്തയെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ട്രംപിൻ്റെ വളരെ വലിയൊരു വിശ്വസ്തനാണ്. ഒരുപക്ഷെ ട്രംപ് തന്നെ പറഞ്ഞിട്ടായിരിക്കണം അദ്ദേഹം രാജിവെച്ചത്. കാരണം ഈ യുദ്ധത്തിലേക്ക് ട്രംപിനെ വളരെ തന്ത്രപൂർവമായിട്ട് കുടുക്കി ഇറക്കുകയായിരുന്നു എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ, അതായത് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ട്രംപിന് പിന്തിരിഞ്ഞ് പോകാൻ പറ്റില്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധമുണ്ടായി എന്നുള്ളത് ആ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്തയായിട്ട് വന്നു. അപ്പോൾ അമേരിക്ക ഇറാനുമായിട്ട് യുദ്ധം തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനല്ല തുടങ്ങിയത് എന്ന് പറഞ്ഞ് ട്രംപിന് കൈ കഴുകാൻ പറ്റില്ല. കാരണം അദ്ദേഹം അമേരിക്കൻ പ്രസിഡൻ്റാണ്. അപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ മറികടന്നുകൊണ്ട് സേനയ്ക്ക് ആരെങ്കിലും നിർദ്ദേശം കൊടുക്കുകയും അവരതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ പോലും അതിൻ്റെ ഉത്തരവാദിത്വം പ്രസിഡൻ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ. അങ്ങനെ ട്രംപ് ആ യുദ്ധത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അമേരിക്കൻ ജനത, ലോകത്തുള്ള സകല രാജ്യങ്ങളും ഈ യുദ്ധത്തെ നോക്കിക്കാണുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം എന്ന നിലയിലാണ്. അങ്ങനെ അമേരിക്ക, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിട്ടുള്ള അമേരിക്ക ഇറാനുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ആ യുദ്ധം അമേരിക്കയുടെ അഭിമാനത്തിൻ്റെ പേരിൽ ട്രംപ് ജയിച്ചേ തീരൂ, അല്ലെങ്കിൽ അമേരിക്ക ജയിച്ചേ തീരൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ട്രംപിന് ജയിക്കാൻ പറ്റുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ട്രംപ് ഈ യുദ്ധത്തിനിടയിൽ ചൈനയിലേക്ക് പോകുന്നു. ചൈനയിൽ ചെന്ന് അവിടുത്തെ പ്രസിഡൻറ്റുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തി അവിടെ നിന്നും അദ്ദേഹം മടങ്ങുമ്പോൾ തൊട്ടു പിന്നാലെ റഷ്യൻ പ്രസിഡൻറ്റ് ചൈനയിലെത്തുന്നു. റഷ്യൻ പ്രസിഡൻറ്റും അവിടുത്തെ പ്രസിഡൻറ്റും തമ്മിൽ ചർച്ച നടത്തുന്നു. ഈ റഷ്യയും ചൈനയും നമുക്കറിയാവുന്നതുപോലെ ഇറാൻ്റെ അടുത്ത സഖ്യകക്ഷികളാണ്. ഈ യുദ്ധത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാനാണ് ട്രംപ് അവിടെ പോയത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല.
മറ്റേതെങ്കിലും മാർഗത്തിലൂടെ അവരുമായിട്ട് സംസാരിച്ചാൽ അത് പുറത്താകും എന്നുള്ള ഒരു പേടിയുണ്ടാവണം അദ്ദേഹം നേരിട്ട് പോയി സംസാരിച്ചത്. നേരിട്ട് സംസാരിച്ച് അദ്ദേഹം അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും. എന്തുകൊണ്ട് യുദ്ധമുണ്ടായി, ഞാൻ ഈ യുദ്ധത്തിൽ പെട്ടിരിക്കുകയാണ്, അമേരിക്കയുടെ പേരെനിക്ക് കളയാൻ പറ്റില്ല, എന്നാൽ ഇറാനെ നശിപ്പിക്കാനല്ല, ഇറാനെ രക്ഷപ്പെടുത്താനായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അതിന് തുരങ്കം വെച്ചുകൊണ്ടാണ് ഈ യുദ്ധം സംഭവിച്ചിരിക്കുന്നത്. തുടർന്ന് നമ്മൾ ട്രംപ് യുദ്ധം കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടതാണ്. നമ്മളിൽ പലരും അദ്ദേഹത്തെ കോമാളി എന്നും കൊമേഡിയൻ എന്നൊക്കെ വിളിച്ചു. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഈ യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹമില്ല. കൂടുതലും ട്രംപ് വാചക യുദ്ധമാണ് നടത്തിയത്, ഡയലോഗ് അടിക്കുക. ഈ അടുത്ത സമയത്ത് ഈ ആയത്തുള്ള അലി ഖമനേയുടെ മരണാനന്തര ചടങ്ങിൽ, അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ നമ്മുടെ രാജ്യത്തെ ഒരു റെപ്രസെൻറ്റേറ്റീവ്, ഒരു പ്രതിനിധി എഴുതിയ ഒരു ഫീച്ചർ ഞാൻ വായിച്ചിരുന്നു. അവർ പറയുന്നത്, ഞാൻ ഇവിടെ നിന്നും ഡൽഹിയിൽ നിന്നും ഫ്ലൈറ്റ് കയറുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ അമേരിക്ക ആക്രമിച്ചു. അവിടെ ആകപ്പാടെ വളരെ വലിയ പ്രശ്നങ്ങളാണ്. അടിമത്തം നിലനിൽക്കുന്ന രാജ്യമാണ്, സാമ്പത്തികമായിട്ട് തകർന്നു കിടക്കുന്ന രാജ്യമാണ്. ഈ ധാരണകളെ വെച്ചുകൊണ്ടാണ് അവർ ഇറാനിലേക്ക് പോയത്. പക്ഷേ അവർ പറയുന്നത്, ഞാൻ ടെഹ്റാനിൽ ചെന്നിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. അവിടെ യുദ്ധം നടക്കുന്നതിൻ്റെ യാതൊരു സൂചനയില്ലെന്ന് മാത്രമല്ല, വളരെ ആഠ്യത്വമുള്ള ഒരു അന്തരീക്ഷമാണ് എനിക്കവിടെ കാണാൻ പറ്റിയത്. വളരെ മാന്യമായിട്ട് വിനയത്തോടെ പെരുമാറുന്ന ഉദ്യോഗസ്ഥർ. നമ്മുടെ നാട്ടിൽ പറയുന്ന അവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല. അവർ പറഞ്ഞ് ഞാനവിടെ ചെന്നപ്പോൾ ധാരാളം സ്ത്രീകളായിട്ടുള്ള ജേർണലിസ്റ്റുകളെ കണ്ടു. അവിടെ വന്നിരിക്കുന്ന അതിഥികളെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ലേഡീസാണ്, അതായത് സ്ത്രീകളായിട്ടുള്ള പത്രപ്രവർത്തകരാണ്. അപ്പോൾ ഇവർ നമ്മുടെ നാട്ടിൽ നിന്നും മനസ്സിലാക്കിയിട്ട് പോയ ഇറാൻ്റെ ചിത്രമല്ല അവിടെ ചെന്നപ്പോൾ കാണുന്നത്. വളരെ വിഭിന്നമായൊരു ചിത്രം. അവിടെ യുദ്ധം നടന്നിട്ടുണ്ടെന്ന് പോലും തനിക്ക് തോന്നുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അമേരിക്ക യഥാർത്ഥത്തിൽ ഇറാനെ ആക്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ആ ആക്രമണങ്ങളൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല, ജസ്റ്റ് അമേരിക്ക യുദ്ധം ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ട്രംപിൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കയുടെ പ്രസിഡൻ്റ് എന്ന നിലയിൽ അമേരിക്ക തോറ്റുപോകുന്ന കാര്യം അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്നാൽ ഇറാനെ തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമില്ല. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഇറാനെ സഹായിക്കണം, ഇറാൻ്റെ മേലുള്ള ഉപരോധം നീക്കണം, ഇസ്രായേലിൻ്റെ കൈകൾ വരിഞ്ഞു കെട്ടണം എന്ന് തന്നെയാണ് ചിന്ത. നമ്മൾ കാണുന്നുണ്ട്, ആദ്യം ഇറാനുമായിട്ട് യുദ്ധം ചെയ്തത് ഇസ്രായേലാണ്, പിന്നീട് അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ് യുദ്ധം ചെയ്തത്. എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചിത്രത്തിൽ ഇസ്രായേലില്ല. ഇസ്രായേൽ അവിടെ പോയി. ഇസ്രായേലിനെ ട്രംപ് മാറ്റിക്കളഞ്ഞു. ട്രംപ് നെതന്യാഹുവുമായിട്ട് പലതവണ ഉടക്കിയതും വഴക്കുണ്ടാക്കിയതും എല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ യുദ്ധത്തിൽ അമേരിക്കയുടെ പങ്കാളിയായിട്ട് ഇസ്രായേലില്ല. കൂടാതെ ഇറാൻ യുദ്ധം നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മുമ്പോട്ട് വെച്ച പല ഉടമ്പടികളും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് ട്രംപ് ഇസ്രായേലിനോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ലെബനനിൽ നിന്നും സിറിയയിൽ നിന്നും സേനകളെ പിൻവലിക്കണം. ഇത് ഇറാൻ്റെ ഒരു ആവശ്യമാണ്. അവിടെയുള്ള എല്ലാ മേഖലകളിലെയും യുദ്ധം നിർത്തൽ ചെയ്യണം എന്നുള്ളത് ഇറാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ ട്രംപ് യഥാർത്ഥത്തിൽ ഇറാനെ സഹായിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇറാനിലുള്ള യുദ്ധം എത്രയും വേഗം നിർത്തൽ ചെയ്യണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ അദ്ദേഹം ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അമേരിക്ക തോറ്റു പിന്മാറുകയാണ്, ഇറാൻ്റെ മുമ്പിൽ അമേരിക്ക പരാജയപ്പെട്ടു മുതലായ തരത്തിൽ അദ്ദേഹത്തിൻ്റെ മേൽ പ്രഷർ ഉണ്ടാക്കും. ആ പ്രഷർ ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന് ഇതിനെ കുറെ കൂടി മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുപോയി നിർത്തൽ ചെയ്യണമെന്നുള്ള ഒരു ചിന്ത വരും. ആ ചിന്തയുടെ ഭാഗമായിട്ട് ഉണ്ടായ പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഹോർമൂസിൽ നമ്മൾ കാണുന്നത്. ട്രംപ് തന്നെ ഇറാനോട് പറഞ്ഞിട്ടായിരിക്കണം അവർ ഹോർമൂസിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവരിത് പറയുമ്പോൾ ട്രംപ് ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാൻ തിരിച്ചാക്രമിക്കുന്നത് അയൽ രാജ്യങ്ങളെയാണ്. UAE, ഖത്തർ, ബഹ്റൈൻ, അതുപോലെ തന്നെ ഒമാൻ മുതലായ രാജ്യങ്ങളെ, ജോർദാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളെയും അവിടെയുള്ള അമേരിക്കൻ ബേസുകളിലേക്ക് ഇറാൻ ആക്രമണം നടത്തും. അങ്ങനെ ആക്രമണം നടത്തുമ്പോൾ ആ രാജ്യങ്ങളിലെല്ലാം തന്നെ വളരെ വലിയ ഭീതിയും അശാന്തിയും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ഈ രീതിയിൽ യുദ്ധം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തങ്ങളുടെ രാജ്യങ്ങളുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകും എന്ന് അവർക്ക് മനസ്സിലാകും. മറുഭാഗത്ത് ഹോർമോസ് ഇറാൻ അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഊർജ്ജ പ്രതിസന്ധി വീണ്ടും തലപൊക്കും. അങ്ങനെ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലോകത്തെ മൊത്തം ബാധിക്കും. അങ്ങനെ സകല ലോകരാജ്യങ്ങളും അതേപോലെ തന്നെ ഗൾഫിലും മിഡിൽ ഈസ്റ്റിലുമുള്ള മറ്റ് രാജ്യങ്ങളും എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് നിർത്തിയാൽ മതി എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യമെത്തുമ്പോൾ ട്രംപിന് കാര്യം കുറേ കൂടി എളുപ്പമാകും. അവർ ഇറാനുമായിട്ട് വീണ്ടും ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു. ആ ഉടമ്പടിയിൽ പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുക ഹോർമൂസ് മാത്രമായിരിക്കും. ഇതെൻ്റെ അനുമാനമാണ്.
ആ ഹോർമോസിലെ നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ ഇറാൻ വളരെ വലിയ ഡിമാൻഡുകൾ വെക്കുമ്പോൾ ആ ഡിമാൻഡുകളൊക്കെ ട്രംപ് പറയുന്നതനുസരിച്ച് അവർ കുറച്ച് മാറ്റുകയും അവസാനം ഹോർമോസ് ഇറാൻ്റെ നിയന്ത്രണത്തിൽ തന്നെ പോവുകയും എന്നാൽ അമേരിക്കയുടെ ഇടപെടൽ മൂലം അവർ മുമ്പോട്ട് വച്ചിരുന്ന വലിയ വലിയ ഡിമാൻഡുകൾ അവർ വെട്ടിക്കുറച്ചു എന്നോ മറ്റോ പറഞ്ഞുകൊണ്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ട് അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ നിന്നും പോകുന്ന ഒരു സിറ്റുവേഷനായിരിക്കും ഉണ്ടാകുക. കാരണം ട്രംപിനെ സംബന്ധിച്ച് ഈ യുദ്ധം അദ്ദേഹം തുടങ്ങി വെച്ചതല്ല. അദ്ദേഹത്തിന് യുദ്ധത്തിലൂടെ ഒന്നും നേടാനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് യാതൊരു വിധമായ ഭീഷണിയും ഇറാൻ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിനും അറിയാം, അമേരിക്കയിലുള്ള എല്ലാവർക്കും അറിയാം. എന്നാൽ അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തിലൂടെ ഇറാനെ തകർക്കാനായിട്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് വളരെ തന്ത്രപൂർവ്വമായിട്ട് അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചിടിച്ചതാണ്. അപ്പോൾ ഇതിൽ നിന്ന് തലയൂരി പോകാൻ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടത് കടുംപിടുത്തം പിടിക്കുന്ന ഒരു ഇറാനെ തന്നെയാണ്. അപ്പോൾ ഇറാൻ എന്ത് ചെയ്യണം, ഏത് രീതിയിലായിരിക്കണം ചെയ്യേണ്ടതെന്നുള്ളത് ഒരുപക്ഷെ ട്രംപ് തന്നെ ചൈന വഴിയോ റഷ്യ വഴിയോ ഇറാനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പാകിസ്ഥാൻ വഴി ഇറാനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതനുസരിച്ച് അവർ പ്രവർത്തിക്കും. അവരുടെ പ്രവർത്തനം ലോകത്തിന് മുഴുവൻ വളരെ വലിയൊരു പ്രശ്നമായിട്ട് മാറുമ്പോൾ ഈ യുദ്ധം എങ്ങനെ നിർത്തൽ ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും. ആ അവസ്ഥ എത്താൻ വേണ്ടിയാണ് ട്രംപ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. താങ്ക് യു.